സ്വപ്നത്തിൽ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ഐശ്വര്യം, പേര്, പ്രശസ്തി, സമൃദ്ധി, സന്തോഷം എന്നിവയുടെ സൂചനയാണ്. സ്വപ്നത്തിൽ പുഞ്ചിരിക്കുന്ന ഗണപതി ഭഗവാനെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമോ തൊഴിൽപരമോ ആയ പദ്ധതികൾക്കു നേരെ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ഉടൻ നീങ്ങുമെന്നും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നും അർത്ഥമാക്കുന്നു. സ്വപ്നത്തിൽ സന്തോഷവാനും നൃത്തം ചെയ്യുന്നവനുമായ ഗണപതി ഭഗവാനെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകുന്നതിൻ്റെ സൂചനയാണ്. സ്വപ്നത്തിൽ കോപാകുലനായ ഗണപതി ഭഗവാനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട സമയമായി എന്നും നിങ്ങളിലുള്ള അഹങ്കാരം, അസൂയ എന്നിവ ഇല്ലാതാക്കുകയും വേണമെന്നുമാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഗണപതി ഭഗവാനെ ആവർത്തിച്ച് സ്വപ്നം കാണുകയാണെങ്കിൽ അത് നിങ്ങൾ പാലിക്കാൻ മറന്നുപോയ പ്രതിജ്ഞയെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾ ഗണപതി ഭഗവാന് മുന്നിൽ നേർന്ന വഴിപാടുകൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ സ്വപ്നത്തെ കണക്കാക്കുന്നത്. ഗർഭിണികൾ ഗണപതി ഭഗവാനെ സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമായി കരുതപ്പെടുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ടാൽ ജനിക്കാൻ പോകുന്നത് പൂർണ്ണ ആരോഗ്യവും ബുദ്ധിശക്തിയുമുള്ള ആൺകുട്ടിയാവുമെന്നതാണ് വിശ്വാസം. അതുമാത്രമല്ല, ജനിക്കുന്ന കുട്ടി മാതാപിതാക്കൾക്ക് സർവ്വ സൗഭാഗ്യവും കൊണ്ടുവരുമെന്നും പ്രത്യേകിച്ച് മാതാവിൻ്റെ സംരക്ഷകനായിരിക്കുമെന്നും കരുതാം. ഗണപതി ഭഗവാന്റെ വിഗ്രഹം സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ ഉടൻ തന്നെ ഉയർച്ച കൈവരിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഇവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുമെന്നും അത് പൂർണ്ണമായും വിജയിക്കുമെന്നും കരുതപ്പെടുന്നു. ഭഗവാനെ നിത്യം പൂജിക്കുന്ന അമ്പലത്തിൽ ദർശനം നടത്തുന്നതായി സ്വപ്നം കണ്ടാൽ അത് അവർക്ക് ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുമെന്നതിൻ്റെ സൂചനയാണ്. ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഉടഞ്ഞ നിലയിലോ അംഗഭംഗം വന്ന നിലയിലോ കണ്ടാൽ അത് വലിയ ദോഷമായി കണക്കാക്കാം. ഇത്തരം സ്വപ്നം ജീവിതത്തിൽ വരാൻ പോകുന്ന പരാജയങ്ങളെയും നഷ്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. ഗണപതി ഭഗവാനെ പൂജിക്കുന്നതായും ഗണപതി സ്തോത്രങ്ങൾ കേൾക്കുന്നതായും സ്വപ്നം കണ്ടാൽ അത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരാൻ പോകുന്ന നന്മയെ സൂചിപ്പിക്കുന്നു.